ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ എവരിവൺ. പ്രാർത്ഥന അത് ആത്മാവിന്റെ ഒരു ആഗ്രഹമാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പ്രെയർ സോങ്ങിനായി സൽമയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലുറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക് യു സൽമ. സൈൻ ഇൻ ചെയ്യാനായി സനിലയെ ക്ഷണിക്കുന്നു. വെരി വാം ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സൈൻ ഇൻ ചെയ്യുക എന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിസ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എത്തിയിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വളരെ സ്നേഹത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലെറ്റ്സ് മേക്ക് ദിസ് ഈസ് എ പ്രൊഡക്റ്റീവ് ആൻഡ് ഫൺ സെഷൻ. ഹാവ് എ നൈസ് ഡേ ഓൾ. താങ്ക് യു. താങ്ക് യു സനില. ഒരു പോസിറ്റീവ് ചിന്ത ഇന്ധനം പോലെ പ്രവർത്തിക്കുന്നു. അത് ദിവസം മുഴുവൻ നമ്മെ മുന്നോട്ട് നയിക്കുന്നു. ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേയുമായി വരുന്നത് ഗ്ലാഡീസ്. Hi, good morning everyone. I am Gladys. Today's thought. It always seems impossible until it's done. സർ നെൽസൺ മണ്ടേല. ഒരു കാര്യം ചെയ്തു കഴിയുന്നത് വരെ അല്ലെങ്കിൽ അത് നേടുന്നത് വരെ നമുക്ക് അത് അസാധ്യമായിട്ട് തോന്നും. I repeat, it always seems impossible until it's done. സർ നെൽസൺ മണ്ടേല. Good morning, all. Good morning, ma'am. 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 Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? Common childhood. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. Page number 18. പേജ് നമ്പർ 18 ജോണ്ടീസ് വരെ മാം പറഞ്ഞു. ഓക്കെ, ജോൺസ് വരാൻ പറഞ്ഞല്ലേ? ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസീസ് ആണ് ഏത്? മലേറിയ എന്ന് പറയും അല്ലെ? മലേറിയ എങ്ങനെയാ സ്പ്രെഡ് ആവുന്നത് അറിയോ? Mosquitoes വഴി. കൊതുകുകൾ ഏത് മൊസ്കിറ്റോസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഇല്ല അല്ലെ? ഓക്കെ, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ആവാവോ? നോക്കാം ആരാണ് ഏത് മൊസ്കിറ്റോസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ്. നമുക്ക് മൊസ്കിറ്റോസ്, ഈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് സാധാരണ രാത്രി കാലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ബൈറ്റ് ചെയ്യുന്നത്, കടിക്കുന്നത്. അപ്പൊ അതിലൂടെയാണ് ഈ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നതും നമ്മളുടെ എന്താ പറയാ, എല്ലാവരും മ്യൂട്ട് ആവോ? ഓക്കെ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. അപ്പൊ ഈ നമ്മുടെ ബോഡിയിലേക്ക് ഇത് എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം അഫക്ട് ചെയ്യുന്നത് നമ്മുടെ റെഡ് ബ്ലഡ് കോർപ്പസസ് ആർ ബി സിനെയാണ് ഫസ്റ്റ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ പേഷ്യന്റിന് അല്ലെങ്കിൽ ഈ അസുഖം വന്ന വ്യക്തിക്ക് നല്ല ഹെഡേക്കും റിക്കറന്റ് ആയിട്ടുള്ള ഫീവറും ആയിരിക്കും. ഫീവർ വന്ന് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ബോഡി, ബോഡിയിൽ ഭയങ്കര വീക്ക്നെസ്സും
വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാമാണ് കോമൺ സിംറ്റംസ് ആയിട്ട് മലേറിയക്ക് പറയുന്നത്. ഓക്കെ, അപ്പോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് മൊസ്കിറ്റോസ് ആണ് എന്ന് ശ്രദ്ധിക്കണം. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. ഇത് പ്യുവർ വാട്ടറിൽ മാത്രമാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഈഡിസ് കൊതുകള്, അതേപോലെ തന്നെ അനോഫിലസ് മൊസ്കിറ്റോസും പ്യുവർ വാട്ടറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചുറ്റുപാടും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. നല്ല എന്താ പറയാ, പ്യുവർ വാട്ടറും കാര്യങ്ങളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് കമത്തി വെക്കുക, അല്ലെങ്കിൽ ഫുൾ നമ്മുടെ വീടും പരിസരമൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ രാത്രി കാലങ്ങളിൽ, ഇപ്പോഴല്ല കുറച്ചും കൂടി കഴിയുമ്പോൾ, ഇപ്പൊ ഭയങ്കര മഞ്ഞൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ജനലും വാതിലൊക്കെ അടച്ചിട്ടായിരിക്കല്ലേ കിടക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ചൂടാവും. നോർമൽ അല്ലേ? പാലക്കാട് പാലക്കാടോട്ടൊക്കെ പോകുമ്പോ അവിടെ ഭയങ്കര ചൂടാകുമ്പോ എന്ത് ചെയ്യും, നോർമലി നമ്മൾ എന്ത് ചെയ്യും, ജനലൊക്കെ തുറന്നിട്ട് കിടക്കും അല്ലെ, ചൂട് കൂടുമ്പോ. അപ്പോ ഈ ജനൽ തുറക്കുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ ഇത് മൊസ്കിറ്റോസ് വന്ന് ബൈറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ മൊസ്കിറ്റോസ് നെറ്റോ അല്ലെങ്കിൽ വിൻഡോയില് മൊസ്കിറ്റോസ് നെറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ആരെങ്കിലും ഒരാളൊന്ന് മലയാളം വായിക്കോ? ആ വായിക്കുന്ന ആള് പേര് പറഞ്ഞിട്ട് വായിക്കണം കേട്ടോ. Yes, ma'am. Ma'am, my name is Gladys and I am from Ernakulam. Malaria. Mosquitoes are mainly liable for the spread of this disease. When the mosquitoes bite, the germs get in the bloodstream and then the red blood corpuscles, severe headache, recurrent fever, weakness of the body, etc. are common symptoms. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും മലേറിയ എന്താണ്? അതിൽ ഏത് മൊസ്കിറ്റോസ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളത് നോട്ട് ചെയ്യാം. ഏത് ടൈപ്പ് ഓഫ് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മലേറിയ സ്പ്രെഡ് ത്രൂ ഡാഷ് എന്ന് പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് അസുഖമാണ് ടൈഫോയിഡ് അല്ലെ. സാൽമനോള ബാക്ടീരിയം ടൈഫോയിഡ്. ആ ബാക്ടീരിയയുടെ പേരാണ് ബാക്ടീരിയ ആണ് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്നത്. 1 മിനിറ്റ് കേട്ടോ, എന്താ പ്രശ്നമുണ്ട്? നിങ്ങൾക്ക് ക്യാപ്ഷൻ വല്ലതും കാണുന്നുണ്ടോ? മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ സിസ്റ്റത്തിൽ വന്നില്ല. ഓക്കെ, ഈ ബാക്ടീരിയ ആണ് ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്നത്. ടൈഫോയിഡിന്റെ കേസിലും റോസ് കളറിലെ സ്പോട്ടുകൾ നമ്മൾ ദേഹത്ത് കാണാറുണ്ട്. റോസ് കളറിലെ സ്പോട്ടാണ് കേട്ടോ ടൈഫോയിഡിൽ കാണുന്ന ഒരു റോസ് കളറിലെ സ്പോട്ടുകളായിരിക്കും. ഞാൻ കാണിച്ചു തരാം ലൈറ്റ് ആയിട്ട്. റാഷസ്, ഇതേപോലത്തെ റാഷസും കാര്യങ്ങളൊക്കെ കാണും ചെറുതായിട്ട്. ഇത് കണ്ടാജീനിയസ് ഡിസീസ് ആണ്. ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാൻ ഈസിലി സ്പ്രെഡ് ആകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് ഇത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് പറയുകയാണെങ്കിൽ ഹൈ ഫീവർ ഉണ്ടാവും, വിറയലുണ്ടാവും, ഭയങ്കരമായിട്ട് വിറയലായിരിക്കും. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വിശപ്പില്ലായ്മ, സ്റ്റൊമക് ഏക്ക്, അതേപോലെ തന്നെ റോസ് കളറിലെ സ്പോട്ട് ദേഹത്ത് പല സ്ഥലത്തായിട്ട് കാണാൻ പറ്റും. ദെൻ കഫ്, ചുമ ഉണ്ടാവും, മസിൽസ് ഏക്ക്, ഹെഡ് ഏക്ക്, പിന്നെ വോമിറ്റിങ്, പിന്നെ ഡിഫ്തീരിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ഒന്നില്ലെങ്കിൽ ഡിഫ്തീരിയ ആയിരിക്കും, ലൂസ് മോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. നമുക്ക് മലബന്ധമായിരിക്കും, വെച്ചാൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റാതെ പോലുള്ള ആ ഒരു പോകാൻ പറ്റില്ല. അപ്പൊ ഇത്രയുമാണ് ടൈഫോയിഡ് വന്നിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഹൈ ഫീവർ, വിറയല്, പനി, വിറയല്, വിശപ്പില്ലായ്മ, സ്റ്റൊമക് ഏക്ക്, റോസ് കളറിലെ സ്പോട്ട്, കഫ്, മസിലേക്ക്, പിന്നെന്താണ് വോമിറ്റിങ്, അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഹെഡ് ഏക്ക്, ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും ഡിഫ്തീരിയ ആയിരിക്കാം, ലൂസ് മോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം. ഇത്രയുമാണ് ടൈഫോയിഡിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്.
ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഒരു വ്യക്തിക്ക് ടൈഫോയിഡ് ഉണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വരാനുള്ള ചാൻസ്, അയാളായിട്ട് കോണ്ടാക്ട് വരുന്ന വ്യക്തിക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ടൈഫോയിഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. എന്ത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് സ്പ്രെഡ് ആകുന്നത്, ഈ ഡിസീസ് തുടങ്ങുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയാണ്. വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിലൂടെയാണ് ഈ ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഫ്ലൈസും ഈച്ചകളും ഇതിനൊരു കാരണമാണ്. ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈച്ചകളിലൂടെയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈച്ചകൾ എവിടെയാണ് പോയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈച്ചകളിലൂടെയും അത് എവിടെയെങ്കിലും പോയിക്കിരുന്നിട്ട് വന്ന് നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരിക്കുമ്പോൾ അത് കഴിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു അസുഖം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞൂലേ, ഹെഡേക്ക് പറഞ്ഞു, ഫീവർ പറഞ്ഞു, ബോഡി പെയിൻ പറഞ്ഞു, ബ്ലീഡിങ് പറഞ്ഞു. ഇതെല്ലാം വോമിറ്റിങ്, ഗ്രാജുവലി ഇതെല്ലാം എന്താണ് സിംറ്റംസ് ആണ്. കുറച്ചും കൂടി ആകുമ്പോൾ നമ്മുടെ ലിപ്സും ടങ്ങും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡ്രൈ ആവും. ഇറ്റ് റിമെയിൻസ് ഫോർ ഫ്യൂ ഡേയ്സ്. കുറച്ച് നാളത്തേക്ക് ഇത് നമ്മൾക്ക് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ 3 to 4 വീക്സിനുള്ളിൽ 3 വീക്സ് വരെ നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാവും. നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്ന ഒരു അസുഖമാണ്. ദെൻ പ്രോപ്പറായിട്ട് നമ്മളത് കണ്ടെത്താൻ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുക. ഇനി പേഷ്യന്റ് എക്സ്ക്രീറ്റ് വഴി സ്പ്രെഡ് ആവും എന്ന് വെച്ചാൽ ഇപ്പോൾ ടൈഫോയിഡ് ഉള്ള ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന അതേ ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ടൈഫോയിഡ് അയാൾക്കും കൂടി സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലേ എങ്ങനെയാണ് ഒരാൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പാടില്ല, അവർ കഴിക്കുന്ന പാത്രവും പ്ലേറ്റും മറ്റൊരാൾ ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഫോളോ ചെയ്ത് കുറച്ച് പ്രിക്യൂഷനും കാര്യങ്ങളും ഓർമ്മയുണ്ടോ അത്? അതേപോലെ തന്നെ പ്രിക്യൂഷനും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 3 to 4 വീക്സിനുള്ളിൽ അത് മാറും. പക്ഷെ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ ആ ഒരു വ്യക്തിനെ മാത്രം എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക. നമുക്കറിയാം അല്ലെ, കോവിഡിന്റെ കാലത്ത് നമ്മൾ ഒരുപാട് നാൾ ഐസൊലേഷനിലൊക്കെ ഇരുന്നവരുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ തന്നെ വേറെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ക്വാറന്റൈൻ ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്വാറന്റൈനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കെയർ ചെയ്യുകയാണെങ്കിൽ ടൈഫോയിഡ് പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അതിന് സ്പ്രെഡ് ആവുന്നത് കുറയ്ക്കാൻ പറ്റും. ടൈഫോയിഡ് വരാതിരിക്കാൻ നോക്കുക. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറും കാര്യങ്ങളും യൂസ് ചെയ്യാതിരിക്കുക. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് അത് വൃത്തിയില്ലാത്തൊരു പ്രദേശമാണ് അല്ലെങ്കിൽ വൃത്തി ഒട്ടുമില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ നിന്ന് നമ്മുടെ ടീയോ കോഫിയോ സർബത്തോ ഒന്നും കഴിക്കാതിരിക്കാം. ഓക്കെ, ഓപ്പൺ മാർക്കറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കില്ലേ, അങ്ങനെ നമ്മൾ കഴിക്കാതിരിക്കാം. ആരാണ് ടൈഫോയിഡ് വായിക്കുന്നത്? I'm Reshma. ഓക്കെ, രേഷ്മ റീഡ് ചെയ്തോളാം. Typhoid. This disease propagates through water, dust, etc. Flies also help in the spread of the diseases. Headache, body pain, bleeding, etc. are the symptoms. Sometimes the motions will be loose and there may be vomiting also. Gradually, the lips and tongue will become dry. It remains for a few days. These diseases last for 3 or 4 weeks. അപ്പോ ടൈഫോയിഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ സ്പ്രെഡ് ആവുന്നത്. ഞാൻ പറഞ്ഞ ജ്യോതി ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിലൂടെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ആവുന്നതെങ്കിൽ ഫ്ലൈസും ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള മെയിൻ കാരിയർ ആണ്. ഞാൻ പറഞ്ഞ പോലത്തെ സിംറ്റംസ് ഹെഡേക്ക്, ബോഡി പെയിൻ, ബ്ലീഡിങ് സിംറ്റംസ് ആണ്. ചില സമയത്ത് മോഷൻ വിൽ ബി ലൂസ് ആൻഡ് ദർ മേ ബി വോമിറ്റിംഗ് ഓൾസോ. വോമിറ്റിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, ചില കേസുകളിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. പിന്നെ നമ്മുടെ ലിപ്സും എന്താ പറയാ ടങ് ഭയങ്കര ഡ്രൈ ആവും. ഇത് കുറച്ച് നാളത്തേക്ക് ഒരു 3 to 4 വീക്സ് ലാസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഈ ഒരു അസുഖം നമ്മളിൽ നിന്ന് മാറിപ്പോകും. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് എല്ലാവരും എന്താണ് മലേറിയയും ടൈഫോയിഡും ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്തോ? നെക്സ്റ്റ് ആണ് മീസിൽസ്. മീസിൽസിന് മീനിങ് അറിയാവോ? മലയാളം മീനിങ്? അഞ്ചാം പനി. അഞ്ചാം പനി അല്ലെ? ഓക്കെ. മീസിൽസ് എന്ന് പറയുന്നത് ഒരു ഹൈലി കണ്ടാജീനിയസ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇത് കോസ് ചെയ്യുന്നത് മീസിൽസ് വൈറസ് ആണ്. ടിപ്പിക്കലി ആദ്യം നമുക്ക് ഹൈ ഫീവർ, കഫ്, പിന്നെ നമുക്ക് ജലദോഷം, അതേപോലെ തന്നെ റെഡ് ഐസും, അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റെഡ് കളറിലെ റാഷസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ചെറിയ റാഷസ് ആയിരിക്കും. ഞാൻ ഇമേജ് കാണിച്ചു തരാം. റെഡ് കളറിലെ ഒരു ചെറിയ റാഷസ് ഇതേപോലെ ആയിരിക്കും. നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് തന്നെയായിരിക്കും ആ റാഷസ് കാണുന്നത്. ചെറിയ കഫും ഇതൊക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. 1 minute. Then ഇനി ഇതൊക്കെയാണ് മീസിൽസിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. മീസിൽസ് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ കൂടുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ന്യൂമോണിയ, ബ്രെയിൻ ഇൻഫ്ലമേഷൻ ഒക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ന്യൂമോണിയ വരാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ ബ്രെയിൻ ഇൻഫ്ലമേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇത് അഫക്ട് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അഫക്ട് ചെയ്യും. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരും ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോൾ. ദെൻ പ്രിവെൻഷൻ. മീസിൽസ് എങ്ങനെ മാത്രമേ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമുക്ക് വാക്സിനേഷനിലൂടെ മാത്രമാണ് മീസിൽസ് എന്ന് പറയുന്ന അസുഖം പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി വേറൊരു കാര്യമുണ്ട്. മീസിൽസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടീസ്, ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹിയറിംഗ് ഡിസബിലിറ്റി ആൻഡ് വിഷ്വൽ ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ മീസിൽസ് എന്ന് പറയുന്ന അസുഖം അത്ര നിസ്സാരക്കാരനല്ല. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മീസിൽസ് എന്ന് പറയുന്ന അസുഖം കൂടുതലായിട്ട് എന്താ പറയാ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണുന്നത് നമ്മളുടെ സ്വന്തം ഇന്ത്യയിൽ തന്നെയാണ് കൂടുതലായിട്ട് മീസിൽസ് എന്ന് പറയുന്ന അസുഖം കാണുന്നത്. ഓക്കെ. അപ്പോ മീസിൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് MR വാക്സിൻ. ഏത് വാക്സിൻ ആണ്? MR വാക്സിൻ. ഓക്കെ. മിസ് അശ്വതി മിസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തോ? സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ അതിലെ വാക്സിൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നമ്മള് 2 വാക്സിൻസ് ആണ് മീസിൽസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഒന്ന് MR വാക്സിനും ഒന്ന് MMR വാക്സിനും. എന്താണ്? ഒന്ന് MR വാക്സിനും ഒന്ന് MMR വാക്സിനും ആണ് നമ്മൾ എടുക്കുന്നത്. ഒരു 2-3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആർക്കെങ്കിലുണ്ടോ? ഓക്കെ. അവർക്ക് വാക്സിനേഷൻ കാർഡ് ഉണ്ടാവും. അമ്മയും കുഞ്ഞും ഒരു കാർഡ് ഗവൺമെന്റിന് തരുന്നത്, പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിനൊക്കെ തരുന്ന കാർഡല്ലേ ഇപ്പൊ ബുക്കാണല്ലേ? അതെ അതെ, ഇപ്പൊ ബുക്കാണ്. അപ്പൊ ആ ബുക്കിന്റെ ബാക്കിൽ വാക്സിൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇന്ന ഏജില് ഇത്ര മാസത്തില് ഇത്ര വാക്സിൻ, ഇന്ന വാക്സിൻ ഇന്ന മാസത്തിൽ എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ സാധാരണയായിട്ട് MR വാക്സിൻ എടുക്കുന്നത് 9ാം മാസത്തിലാണ്. 9 മന്ത്സില് നമ്മൾ എന്ത് വാക്സിൻ എടുക്കും? MR വാക്സിൻ എടുക്കും. എടുത്തിട്ടില്ലേ? MR ഫസ്റ്റ് ഡോസ് എടുക്കും. പിന്നീട് നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് MMR വാക്സിൻ. MR ഒന്നുമില്ലെങ്കിൽ MR സെക്കൻഡ് ഡോസ് അല്ലെങ്കിൽ MMR വാക്സിൻ എന്ന് പറയും. മീസിൽസ്, മംസ്, റുബല്ലയുടെ വാക്സിൻ ആണ് വരുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞത് മീസിൽസ്, റുബല്ല ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് മീസിൽസ്, മംസ്, റുബല്ല. റുബല്ല എന്ന് പറയുന്നത് മീസിൽസ് പോലെ തന്നെ ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്ന അസുഖമാണ്. നിങ്ങൾ ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മംസ് എന്താണ്? മുണ്ടുനീര്. അപ്പോ ഈ 3 അസുഖങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ഇയറിനുള്ളിൽ MMR വാക്സിൻ എടുക്കുന്നത്. നമ്മൾ എല്ലാവരും കൺഫേം ചെയ്യാം. MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ, MR വാക്സിൻ എടുത്തിട്ടുണ്ടോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. ഈ മീസിൽസ് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു അസുഖമാണ്. കാരണം ഡിസബിലിറ്റീസ് വരാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ന്യൂമോണിയ ഒക്കെ ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ, ന്യൂമോണിയ ഒക്കെ ആയിട്ട് സീരിയസ് കോംപ്ലിക്കേഷന്റെ സിറ്റുവേഷനിൽ ന്യൂമോണിയ, ബ്രെയിൻ ഇൻഫ്ലമേഷൻ ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതെന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്?
നമുക്ക് കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു അസുഖമാണ് ഇത് മീസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ സിംറ്റംസ് പറഞ്ഞില്ലേ, ഹൈ ഫീവർ, കാഫ്, പിന്നെ റെഡ് ഐസ്, ചുമന്ന ഒരു രാശി കണ്ണിന്റെ കണ്ണില്, അതേപോലെ തന്നെ റെഡ് റാഷസും കാര്യങ്ങളൊക്കെയാണ് മീസിൽസിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ദെൻ ഇമ്മ്യൂണൈസേഷൻ ആണ്. നമുക്കിത് വരാതിരിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് മീസിൽസിന് ഇമ്മ്യൂണൈസേഷൻ ആണ്. മാക്സിമം ഇപ്പൊ നമ്മളുടെ ഒരു ഏരിയയിൽ മീസിൽസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കുട്ടി MR വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡോക്ടറിനോട് പറയാം, ഫിസിഷ്യൻ അല്ല പീഡിയാട്രീഷ്യനോട് പറയാം, വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ മീസിൽസ് എന്ന് പറയുന്ന അസുഖമുണ്ട്, കുട്ടിക്കും MR വാക്സിൻ എടുത്തിട്ടില്ല, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവരെന്തായാലും റെഫർ ചെയ്യുന്നത് MR വാക്സിൻ എടുക്കാനാണ്. കാരണം വാക്സിൻ എടുത്തിട്ട് അസുഖം വരുന്നത് നമുക്ക് ഈ ഡിസബിലിറ്റീസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നുവെച്ചാല് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് എങ്ങാനും അസുഖം വരാണെങ്കിൽ എന്താണ് ഡിസബിലിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പൊ മാക്സിമം നമ്മളെല്ലാവരും MR വാക്സിൻ എടുത്തിട്ടുണ്ടോ, നമ്മുടെ കുട്ടികൾക്ക് MR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ചെയ്യൂലേ? ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം നമ്മുടെ ടെസ്റ്റിൽ എന്താണ് മീസിൽസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റീഡ് ചെയ്തേ. ആരാ വായിക്കുന്നേ? caused by the virus beginning ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് വായിക്കാനായിട്ട് അടുത്തുണ്ട്. അപ്പൊ ബിൻഷ വായിച്ചോട്ടോ. Measles. It is a common disease among school children and is caused by a virus. In the beginning, there was a cold, cough, and fever. After a few days, red spots appear. Immunization is very important against measles. ഓക്കെ, ഇത് മീസിൽസ് എന്ന് പറയുന്ന അസുഖം ഏത് വൈറസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു സ്പ്രെഡ് ചെയ്യുന്നത്? മീസിൽസ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ്. ആദ്യം ഫസ്റ്റ് വീക്കിൽ ചിലപ്പോൾ കഫും കോൾഡും പിന്നെ ഫീവർ ഒക്കെ ആയിരിക്കും കുട്ടിക്ക്. ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴാണ്, ഫ്യൂ ഡേയ്സ് കഴിയുമ്പോഴാണ് റെഡ് കളറിലെ സ്പോട്ട് അപ്പിയർ ആവുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മീസിൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഇമ്മ്യൂണൈസേഷൻ ആണ്, വാക്സിനേഷൻ ആണ്. പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് എടുക്കുക എന്നാണ് നമുക്ക് മീസിൽസിനെതിരെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാണ് കോളറ. കേട്ടിട്ടുണ്ടാവല്ലേ കോളറിനെ കുറിച്ചിട്ടൊക്കെ? ഓക്കെ, കോളറ സ്പ്രെഡ് ചെയ്യുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന മൈക്രോബിയം ആണ്, എന്ന് വെച്ചാൽ ബാക്ടീരിയ ആണ് കോളറ സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ അതിനെയാണ് മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത്. കോളറ സ്പ്രെഡ് ആകുന്നത് ഫുഡ്, നമ്മളുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, വെജിറ്റബിൾ, അതിലൂടെയൊക്കെയാണ് കോളറ സ്പ്രെഡ് ചെയ്യുന്നത്. കോളറയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാല് വോമിറ്റിങ്ങും ലൂസ് മോഷനും ആണ് കോളറയുടെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇനി കോളറ അത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നല്ല, അസുഖമല്ല. നമുക്ക് ട്രീറ്റ്മെന്റ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ് എന്ത്? കോളറ എന്ന് പറയുന്നത്. കോളറയുടെ സിംറ്റംസ് നോക്കി നിങ്ങൾ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഫീവറും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, സിംറ്റംസ് നോക്കി മെയിൻ ആയിട്ടുള്ളത് വോമിറ്റിങ്ങും ലൂസ് മോഷനും. വേറെ ഏതൊരു അസുഖത്തിന് നമ്മൾ ഈ ഒരു സിംറ്റംസ് പറഞ്ഞല്ലോ? പറഞ്ഞല്ലേ, ഡിസെൻട്രിയുടെ സമയത്ത് വോമിറ്റിങ്ങും ലൂസ് മോഷനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നമ്മുടെ ബോഡിയിൽ സംഭവിക്കും എന്ന് പറഞ്ഞു. ഡീഹൈഡ്രേഷൻ സംഭവിക്കും. നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടു പോകും. സോ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്? ആ വ്യക്തി കൊളാപ്സ്ഡ് ആയി പോകും, ആകെ ക്ഷീണിച്ച് ഓക്കെ,
പെട്ടെന്ന് വീക്കായി പോകും ആള്. നമുക്ക് അത്രയും നമ്മുടെ ബോഡിയിൽ ഫുള്ളും ഏകദേശം ഒരു ഭൂരിഭാഗവും വാട്ടറിന്റെ കണ്ടന്റ് ആണ്. ഈ വാട്ടർ നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീക്ക് ആവുക എന്നാണ് അതിനർത്ഥം വരുന്നത്. കൊളാപ്സ് ആവും. അപ്പോ നമ്മള് മാക്സിമം ആ ഒരു വ്യക്തിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോ കോളർ ഒന്ന് റീഡ് ചെയ്യോ? സോറി, നേരത്തെ അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുണ്ടോ? ആരെങ്കിലും റീഡ് ചെയ്തോ? ചിലപ്പോ ലീവായിട്ടുണ്ടാവും. Anu, cholera. This is another epidemic which is caused by microbes named as Vibrio cholera. It affects the small intestine. It is spread through food, vegetables, drinking water, etc. Severe vomiting and loose motion followed by thirst and common symptoms. ഓക്കെ, നമുക്ക് കോളറിനെ കുറിച്ചിട്ട് ഒന്നുകൂടി നോക്കാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഇതൊരു എന്താ പറയാ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്? വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ടുള്ള സിവിയർ ഡിഫ്തീരിയ അറിയാലോ, ലൂസ് മോഷൻ, സിവിയർ ആയിട്ടുള്ള ഡിഫ്തീരിയയും ഡീഹൈഡ്രേഷനും കാരണമാകുന്ന ഒരു അസുഖമാണ് ഏത്? കോളറ എന്ന് പറയുന്നത്. ദിസ് പ്രൈമറി സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്. വാട്ടറും ഫുഡിലൂടെയുമാണ് മെയിൻ ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. പർട്ടിക്കുലർലി ഇൻ ഏരിയ വേർ ഇൻആഡിക്വേറ്റ് സാനിറ്റേഷൻ എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് സാനിറ്റേഷൻ ഇല്ലാത്ത ഏരിയ, അവിടെയാണ് കൂടുതലായിട്ട് കോളറ കണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് സാനിറ്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞിട്ട് എല്ലാ വീടുകൾക്കും ഒരു ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞേ ഇല്ലേ? ഗവൺമെന്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നല്ലതാണ്. കാരണം ഇതേപോലുള്ള അസുഖങ്ങൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ നല്ലത് ചെയ്തതിന് നല്ലതെന്ന് എന്താ ചെയ്യണം? അപ്രിഷിയേറ്റ് ചെയ്യണം. ചീത്തയാണെങ്കിൽ നമ്മൾ ചീത്തയെന്ന് പറയണം. ഇനി സിംറ്റംസ് ആയിട്ട് പറയുന്നത് വാട്ടറി ഡിഫ്തീരിയ ആണ്. വെള്ളം പോലെ ലൂസ് ആയിട്ടായിരിക്കും എന്ന് പോകുന്നത്, മോഷൻ പോകുന്നത്. വോമിറ്റിംഗ് സിംറ്റം ആണ്. നമ്മള് ഡീഹൈഡ്രേഷൻ, ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ആണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തില്ലാത്ത പക്ഷം നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല് ഇൻവോൾവ് ഇംപ്രൂവിങ് വാട്ടർ സാനിറ്റേഷൻ, ഹൈജീൻ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ അലോങ് വിത്ത് വാക്സിനേഷൻ ക്യാമ്പയിൻ, കോളറയ്ക്ക് വാക്സിൻസ്. ഇപ്പൊ കോളറ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കോളറയും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും വാക്സിനേഷൻ കാര്യങ്ങളും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ട്രീറ്റ്മെന്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ് റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ആന്റിബയോട്ടിക് ഇൻ സിവിയർ കേസസ്. നമ്മള് റീഹൈഡ്രേഷൻ സൊല്യൂഷനും കാര്യങ്ങളും കൊടുക്കുക, ആന്റിബയോട്ടിക് കൊടുക്കുക ഇൻ സിവിയർ കേസിലാണെങ്കിൽ. ഇപ്പൊ കോളറ ആണെങ്കിൽ നമ്മൾ പറയും ലൂസ് മോഷൻ ആണല്ലേ, അപ്പൊ ORS ലൈൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെ. അതേപോലെ തന്നെ കരിക്കും വെള്ളം, പൊട്ടാസ്യം കൂടുതലുള്ള അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ കരിക്കും വെള്ളവും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കോളറ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികൾ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്പർ എത്ര ഉണ്ട്? 10 അസുഖങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇത് കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ചും കൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? പക്ഷെ ആ അസുഖങ്ങളെ കുറിച്ച് ഞാനല്ല പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും ഓരോ അസുഖങ്ങൾ സെലക്ട് ചെയ്ത് പറയുന്നത്. നമ്മൾ കുട്ടികൾ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, ഇപ്പോ നമ്മൾ ന്യൂസിലൊക്കെ കൂടുതലായിട്ട് കേൾക്കുന്ന മസ്തിഷ്ക ജ്വരം. അപ്പൊ അതൊരാൾക്ക് ടോപ്പിക്കായിട്ട് എടുക്കാം, മസ്തിഷ്ക ജ്വരം. പിന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, കുട്ടികളിൽ ഇതേപോലത്തെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? തക്കാളിപ്പനി. ഓക്കെ, തക്കാളിപ്പനി. മംസ് ഒരാൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു മംസ് ഒരാൾക്ക് എടുക്കാം. റുബെല്ല ഒരാൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താണ്? TB-നെ കുറിച്ച് നിങ്ങൾ
ഇതെടുത്തിട്ടില്ലാലോ. ടി ബി ന്യൂമോണിയ എടുക്കില്ല മേഡം. ടി ബി എടുക്കാം കേട്ടോ. ഒരാൾക്ക് എന്റെ സെമിനാർ എടുക്കാൻ പറ്റും. ഞാൻ നോട്ട്ബുക്ക് എടുക്കട്ടെ, എനിക്കൊന്ന് എഴുതി എടുക്കാനാ ആരൊക്കെയാണ് എന്തൊക്കെ ടോപ്പിക്കിനുണ്ട്, ഏതൊക്കെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 മിനിറ്റ്. ഓക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ആരൊക്കെയാണ് സെമിനാർ എടുക്കണേന്ന് പറഞ്ഞു, ഏതൊക്കെ ടോപ്പിക്കാണ് പറഞ്ഞത്. സെമിനാർ എപ്പോഴാ മിസ്സേ? എന്താണ് സെമിനാർ എപ്പോഴാ? നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ക്ലാസ്. ഞാൻ ടൈഫോയിഡ് എടുക്കാം മിസ്സേ. എന്റെ പേര് ജ്യോതി എന്നാണ്. ടൈഫോയിഡ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തില്ലേടാ, ഇല്ലാത്ത അസുഖം, ഇല്ലാത്തത് കേട്ടാടാ. ഞാൻ മസ്തിഷ്ക ജ്വരം പറയും മിസ്. എഴുതിയല്ലേ? ആ മാം ഞാൻ മാംസ എടുക്കുന്നു. ബിൻഷ. വിൻഷ മംസ്. മാം ഞാൻ ഒരിശ ടി വി എടുക്കുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് എടുത്തോട്ടെ. 1 മിനിറ്റ്. ടി വി വരെ എഴുതിയിട്ടുണ്ട്. നൂരിശ. ഡെങ്കിപ്പനി എടുക്കാൻ പറ്റില്ലേ? ആ എടുക്കാലോ. ഡെങ്കിപ്പനി. ഓക്കെ. കൊറോണ എടുക്കാൻ പറ്റൂലേ മിസ്സേ? കൊറോണയോ? കൊറോണ കുട്ടികളില് വേണ്ട. ന്യൂമോണിയ പറ്റൂല മിസ്. ന്യൂമോണിയ. ന്യൂമോണിയ പറ്റൂട്ടോ. വില്ലൻ ചുമ. അതല്ലേ ഞാൻ എടുത്തല്ലേ മൂഫിംഗ് കഫ്. റുബെല്ല. 1 മിനിറ്റ്. ആരാണ് ന്യൂമോണിയ പറഞ്ഞത്? ഇല്ല, ഞാൻ ന്യൂമോണിയ എടുക്കാൻ പറ്റൂല എന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞിരുന്നു. മസ്തിഷ്ക ജ്വരം പറഞ്ഞിരുന്നു. ന്യൂമോണിയ കുട്ടികൾ കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ. ഓക്കേടാ. രേവതി കൊടുങ്ങല്ലൂരാണോ നേറ്റീവ്? രേവതി, കൊറോണ എടുക്കാൻ പറ്റും? കൊറോണ നമുക്ക് എല്ലാവർക്കും കൊറോണയെ കുറിച്ച് അറിയാം. ആരോട് ചോദിച്ചാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമാണ് കൊറോണ, അല്ലെ? അതെ. അത് വേണ്ട. ഓക്കെ. രേവതി നേറ്റീവ് പ്ലേസ് മേഡം മിസ് കേട്ടില്ല. എടാ നേറ്റീവ് പ്ലേസ് എവിടെയാണ്? നമ്മുടെ സ്ഥലം എവിടെയാണ്? തൃശ്ശൂര്. തൃശ്ശൂര്. ഓക്കെ. സ്ലാങ് ഭയങ്കരമായിട്ട് ആ ഇത് നല്ലതാണ്, നല്ല സ്ലാങ് അല്ലേ അവരുടെ. ഞാനിപ്പോ ഡെങ്കു വരെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞ? റുബല്ല ആരാ പറഞ്ഞേ? രേഷ്മ, റുബല്ല. 10 പേർക്ക് എടുക്കാം. ന്യൂമോണിയ ആരെങ്കിലും എടുക്കുന്നുണ്ടോ? ഞാൻ എടുക്കാം. അഫ്സീന. അഫ്സീന. ഓക്കെ. രഞ്ജിനി മോൻ പറഞ്ഞു വേറെ ഏതെങ്കിലും അസുഖം? ഓട്ടിസം എടുക്കാൻ പറ്റും. ഓട്ടിസം. ഓക്കെ, നല്ല കാര്യം. ഓട്ടിസം കേട്ടോ. ചിക്കൻ ബോക്സ് പറ്റുമോ? ചിക്കൻ ബോക്സ്. ഓക്കെ, ചിക്കൻ ബോക്സ്. മിന്നുമോളല്ലേ? അതെ. ഓക്കെ. എത്ര? 1 2 3 4 5. അനീമിയ എടുക്കാൻ പറ്റുമോ? നെക്സ്റ്റ് ഫ്രൈഡേ ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ഫ്രൈഡേ. എന്താണ്? അനീമിയ. ഓക്കെ, നല്ലതാണ്. ആരാണ്? സലീന. സനില. ഓക്കെ. സനില. ഓക്കെ. അനീമ. മുണ്ടുനീരെടുക്കാൻ പറ്റുമോ? അതല്ലേ മംസ്. അത് ഷുഗറാണ്. 5-ാം പനി. അത് മീസിൽസ് ഞാൻ എടുത്തു. മിസ് തക്കാളിപ്പനി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? പനി എടുത്തിട്ടില്ല. 5. കുറിച്ച് പറയാൻ പറ്റുമോ? ഏതാണ്? ADHD. ഓക്കെ. അവന്റെ പേര് ജയ്ത. എന്റെ പേര് ഗ്ലാഡിസ്. ഓക്കെ. ഞാൻ പഠിച്ചോളാം കേട്ടോ പേരൊക്കെ. ഞാൻ സെമിനാറൊക്കെ എടുപ്പിച്ച് നിങ്ങളുടെ പേര് എല്ലാവരെയും പഠിച്ചോളാം കേട്ടോ. കുറച്ച് കഴിയുമ്പോ ഞാൻ ഏകദേശം സെറ്റ് ആയിക്കോളും. ഓക്കെ. രഞ്ജിനി എന്താ പറഞ്ഞത്? ഏതെടുക്കാനാ പറഞ്ഞേ? ഞാൻ എടുക്കാൻ എല്ലാവരും പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ UTI പറ്റുമോ?
എന്താണ് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം. UTI. മഞ്ഞപ്പിത്തം ഞാൻ ജോണ്ടിസ് പറഞ്ഞടാ. പിന്നീട് അത് പറഞ്ഞത് UTI. UTI. മാം ENT റിലേറ്റഡ്. ENT. ഇനി രഞ്ജിനി മോനില്ലേ എലിപ്പനി എടുത്തോട്ടാ. ഡെങ്കിപ്പനി എടുക്കാം. എലിപ്പനി ഡെങ്കു പറഞ്ഞു ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എടുക്കാം. രഞ്ജിനി രാമചന്ദ്രൻ. എലിപ്പനി. ഓക്കെ. എന്താണ് പന്നിപ്പനി. H1N1. ഓക്കെ. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. വിസ്മയ. പറഞ്ഞിട്ടുണ്ടോ? ഡെങ്കു പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഓക്കെ. എടാ നിങ്ങൾക്കില്ലേ സ്കിൻ ഇൻഫെക്ഷൻ? ഓക്കെ, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരാം. നിങ്ങൾക്കൊരു ഈ തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ളവർക്കല്ലാണ്ട് ഈ അസുഖങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഏത് അസുഖമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരാം. ഇപ്പൊ ഞാനിപ്പോ നമ്മൾ എന്താ പറയാ മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചാണെങ്കിൽ ബ്രേവതി ക്ലാസ് എടുത്തതിന് ശേഷം വേറെ ആരെങ്കിലും റെഡി ആണെങ്കിൽ അവർക്കും കൂടെ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ മംസിനെ കുറിച്ച് ഒരാൾക്ക് മാത്രമല്ല ക്ലാസ് എടുക്കാൻ പറ്റുന്നേ. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 പേർക്ക് 2 നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ആ ഒരു ടോപ്പിക് ഇന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്ന അസുഖം ഡിസ്കസ് ചെയ്യുമ്പോൾ അത്രയും പേർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് പറയാനായിട്ട് ഈ ജുവനൈൽ ഡയബറ്റിക് ഇല്ലേ, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഏതാണ്? ജുവനൈൽ ഡയബറ്റിക്സ് ഇല്ലേ, കുട്ടികളിൽ വരുന്ന ഡയബറ്റിക് കണ്ടുവരുന്ന എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങള് നിപ്പ വൈറസ് എടുക്കാൻ പറ്റും. നിപ്പ കുട്ടികളില് കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങള് ഫുഡ് പോയിസൺ പറ്റില്ലേ? ഡിഫ്തീരിയ കഴിഞ്ഞു. ചെങ്കണ്ണ് എടുക്കാൻ പറ്റുമോ മിസ്സേ? എന്താണ്? അതെടുക്കാം. ചെങ്കണ്ണ് ജ്യോതി അല്ലേ? അതെ അതെ അതെ. അത് ജ്യോതി. അഡിനോട് പ്രിപ്പയർ ചെയ്യോ? ഓക്കെ. സാധാരണ ഞാൻ എന്താ പറയാ ഈ ഒരു ടോപ്പിക് കൊടുക്കുമ്പോ ഓരോ ബാച്ചിലും ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ബാച്ചുകളിൽ ഒരു 3, 4 അല്ലെങ്കിൽ 5 പേര് അല്ലെങ്കിൽ ഒരു 6 പേര് അത്രയും പേര് ടോപ്പിക് എടുക്കാനായിട്ട് റെഡി ആവാറുള്ളൂ. നല്ല വ്യത്യാസമുണ്ട് MT9 ഗെയിമിന്. എല്ലാവരും പ്രിപ്പയർ ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയാണ് ടോപ്പിക്കിനെ കുറിച്ച് എടുക്കാനായിട്ട്. നല്ലൊരു എന്താ പറയാ ഇനിഷ്യേറ്റീവ് ആയിട്ട് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഇത് സെമിനാർ എന്താ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ പ്രിപ്പയർ ചെയ്യാം. ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഏത് ലാംഗ്വേജ് ആണ് മോന് കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആ ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്യാം. മനസ്സിലായി? ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആ ഒരു ലാംഗ്വേജ് കംഫർട്ടബിൾ ആവണമെന്നില്ല. അപ്പോ പ്രിഫറബിൾ ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മീനിങ്ങും കൂടി പറയാം മലയാളത്തില്. ഓക്കെ. ഓക്കെ, ഇനി ഞാനൊരു ആക്ടിവിറ്റി തരാൻ പോവാണ് കേട്ടോ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റിയുടെ പേര് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്നാണ്. എന്നത്തേക്ക് പറയുന്നത്? പിന്നെ 5-ാം തീയതി ഡിസംബർ 5 ക്യാപിറ്റൽ ലെറ്റേഴ്സ് ചെയ്ത് തുടങ്ങിയോ? തുടങ്ങി മാം. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഏതൊക്കെ ഡേറ്റിലാ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ. രഞ്ജിനി ഫ്രണ്ട്സിനോട് ഞാൻ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്യുക. ആൽഫബറ്റ്സ് എടുത്ത് സാൻഡ് പേപ്പറിൽ അത് കട്ട് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡിലേക്ക് അല്ലെങ്കിൽ ഒരു ചാർട്ടിലേക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് അത് ട്രേസ് ചെയ്യിക്കും. ടച്ച് ചെയ്ത് ട്രേസ് ചെയ്ത് നോക്കും. കുട്ടികൾക്ക് നമ്മളിങ്ങനെ ചോക്ക് എടുത്ത് അവർ സ്വയമേ തന്നെ ആൽഫബറ്റ്സും കാര്യങ്ങളും എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ
ആ ഒരു മെറ്റീരിയൽ ആണ്. അറിവ് ചെയ്തിട്ടുണ്ട്, റെഡി, ഏകദേശം റെഡി ആണെങ്കിൽ ഓർമ്മയെങ്കിലും കാണിക്കാൻ പറ്റുമോ? കാണിക്കാം മാം. മാം Okay. പലരും സാൻഡ് പേപ്പർ അല്ലാതെ ഗ്ലിറ്റർ പേപ്പറിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓക്കെ, സാൻഡ് പേപ്പറിലാണോ ഗ്ലിറ്റർ ചെയ്തത്? അല്ലല്ല, ഗ്ലിറ്റർ പേപ്പർ മേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് സാൻഡ് പേപ്പർ അല്ലേ? ഇത് നോക്കി, ഈ ഒരു image നോക്കി. റെഡ് കളർ സാൻഡ് പേപ്പർ അല്ലേ? അതെ മാം, സാൻഡ് പേപ്പറാണ്. രഞ്ജിനി, ചാർട്ട് പേപ്പറിലേക്ക് ഇനി ഇത് നമ്മൾ ഒട്ടിക്കണോ? ആ അത് കുറച്ചൊരു പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. എന്നുവെച്ചാല് പെട്ടെന്ന് അത് ഒട്ടിച്ച് അങ്ങനെ ഭംഗിയിലൊരു ഫ്ലാഷ് കാർഡ് പോലെ ആക്കണം. മാം സാൻഡ് പേപ്പർ തന്നെ നിർബന്ധമാണോ? അതേ കളറിലെ വേറൊരു പേപ്പറാണ് ഇപ്പൊ എനിക്ക് കിട്ടിയത്. സാൻഡ് ടച്ച് ചെയ്യുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? സെയിം കളറാണ്, സാൻഡ് പേപ്പർ അല്ലെന്നേ ഉള്ളൂ. അതെ, കട്ടിയുണ്ട്, സെയിം കളർ വരുന്നുണ്ട്. അത് കട്ടിയല്ലടാ, സാൻഡ് പേപ്പറിൽ ഒരു റഫ്നെസ് വരാറില്ല. അതില്ല. അപ്പൊ അത് ഞാൻ വാങ്ങിച്ചിട്ട് ചെയ്യാം. ഓക്കെ, തിരിച്ചാടാ, നല്ല ഭംഗിയുണ്ട്, നല്ല ഫീലിംഗ്. ഓക്കെ ഓക്കെ, ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എഴുതണോ? ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ വേണം. ആദ്യം സ്മോൾ ലെറ്റർ. ക്ലിയർ ആയാലോ? നന്നായിട്ടുണ്ട് കേട്ടോ. മാം ഒരു ഡൗട്ട്, ഈ വവ്വൽസ് നമ്മൾ വേറെ കളർ ചെയ്യണോ അതോ സെയിം കളർ തന്നെ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഇപ്പൊ ആള് ചെയ്തിട്ടുണ്ട് വവ്വൽസ് വേറെ കളർ അല്ലേ? വേറെ കളർ ചെയ്യാന്ന് കരുതിയ, ബാക്കിയുള്ള ലെറ്റേഴ്സ് ചെയ്തു, വവ്വൽസ് ഞാൻ ചെയ്തില്ല, വെട്ടി വെച്ചേക്കുവാ. അന്നേരം അങ്ങനെയാണെങ്കിൽ വേറെ കളർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുട്ടികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ മാം. ഓക്കെ, വേറെ നമുക്കത് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാമല്ലോ. മാം ഇത് ഞങ്ങൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങളിപ്പോ കാണിച്ചു തന്നില്ല, അതേപോലെ തന്നെ സബ്മിറ്റ് ചെയ്യും. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ കൂടാതെ ഒരുപാട് കുട്ടികൾ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാവും. അവരൊക്കെ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കാണുന്നത്. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ വൈവയുടെ ഒക്കെ സമയമാകുമ്പോൾ അത് ആ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതിന്റെ മാർക്ക് എൻട്രി ചെയ്യും. നിങ്ങളെ കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം മുതൽ ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അറ്റ് എ ടൈം എല്ലാവരും ഒരുമിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് അത് ടഫ് ആയിരിക്കും അല്ലെ? ഭയങ്കര ബേർഡൻ ആയിരിക്കില്ലേ? ആ ഒരു ബേർഡൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 weeks കൂടുമ്പോൾ ഒരു മെറ്റീരിയൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കാം. ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ വഴക്കൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോഴ്സിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ വർക്കും കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അതേപോലെ നമ്മളത് പ്രിപ്പയർ ചെയ്യണം. അത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യും അല്ലെ? നല്ല കുട്ടികളല്ലേ? അപ്പൊ സാൻഡ് പേപ്പർ ആൽഫബറ്റ് ആണ് എനിക്ക് തോന്നുന്ന മെറ്റീരിയൽസിൽ ഏറ്റവും പാട് സാൻഡ് പേപ്പർ കട്ട് ചെയ്യാനാ. നല്ല പാടാ. നല്ല കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പാടുള്ള വർക്കാണ്. ഇത് കഴിഞ്ഞാൽ ബാക്കി വർക്കുകളൊക്കെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. മിസ് 5-ാം തീയതി തന്നെ ഇത് ചെയ്യണമെന്നുണ്ടോ, സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടോ? എന്ത് ചെയ്യും? 5-ാം തീയതി ഉണ്ടാവില്ല. 5-ാം തീയതി ഇവിടെ എന്റെ കാവിൽ ഉത്സവമാണ് ഈ ആഴ്ച. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് അടുത്ത സ്മോൾ ലെറ്റർ കാണിക്കുന്ന ദിവസം കാണിച്ചാൽ മതി. ഓക്കെ മിസ്. ഓക്കെ, നമ്പേഴ്സ് കൂടെ ചെയ്യണമെന്ന് മാം പറഞ്ഞിരുന്നേ, അപ്പൊ ഇതുപോലെ തന്നെയാണോ ചെയ്യേണ്ടത്? നമ്പേഴ്സിന്റെ കാര്യം ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. നമ്മുടെ സാൻഡ് പേപ്പർ നമ്പേഴ്സ് കാണിച്ചു തരാം. ഇതാണ് സാൻഡ് പേപ്പർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ 0 മുതൽ 9 വരെയാണ് സാൻഡ് പേപ്പർ നമ്പേഴ്സ് ചെയ്യാനായിട്ട് പറയാറ് സാധാരണ. നിങ്ങൾ 0 മുതൽ 9 വരെ ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ മതി. ശരിക്കും നമ്പേഴ്സിന്റെ തീം എന്ന് പറയുമ്പോൾ ഒരു ഗ്രീനും ഗോൾഡ്, ആ ഒരു ഗ്രീനും സാൻഡ് പേപ്പർ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ ചാർട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് വെച്ച് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. ഗ്രീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫിംഗർ, ഒരു കുട്ടിയുടെ ഫിംഗർ അതിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോരണം അല്ലെ? ടച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സാൻഡ് പേപ്പർ നമ്പേഴ്സ് ചെയ്യാനായിട്ട്. ആൽഫബറ്റ്സ് ആയാലും ടച്ച് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പൊ ആരായിരുന്നു ലാസ്റ്റ് കാണിച്ചത്? ആ ഒരു കുട്ടി ചെയ്തപ്പോൾ നല്ല വലുതാക്കി നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്.
ചില കുട്ടികളെന്ന് വെച്ചാൽ തീരെ ഇത്രയും ചെറിയ അക്ഷരങ്ങൾ കട്ട് ചെയ്യും. നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഇത് തോന്നും, നമുക്ക് മനസ്സിലാവില്ല അത് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. ഒത്തിരി വലിപ്പമല്ല, കുറച്ച് വലിപ്പം. നമുക്ക് കുട്ടിയുടെ ഫിംഗർ, നമ്മുടെ ഫിംഗർ അല്ല, കുട്ടിയുടെ ഫിംഗർ അതിൽ കൂടെ ടച്ച് ചെയ്ത് പോകണം. ഓക്കെ, നമ്മുടെ ഫിംഗർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു അളവിൽ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെമിനാർ ഉണ്ട്. സെമിനാറിന് പ്രിപ്പയർ ചെയ്യണം. ഈ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫസ്റ്റ് എയ്ഡ് ആണേ. നമ്മുടെ യൂണിറ്റിന്റെ പേര്, സോറി 1 മിനിറ്റ്, അതിൽ കുറച്ചും കൂടി പോർഷൻ ഉണ്ട് കേട്ടോ. നമ്മളുടെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ കുറച്ച് പോർഷൻ കൂടി ഉണ്ട്, നോക്കാം. ദ എബോവ് സെഡ് ഡിസീസ് ആർ കോമൺ എമംഗ് യങ് ചിൽഡ്രൻ. നമ്മളിപ്പോ മുൻപ് ഞാൻ ഡിസ്കസ് ചെയ്തു, നമ്മൾ സെമിനാർ എടുക്കാന്ന് പറഞ്ഞ അസുഖങ്ങളുമാണ് യങ് കുട്ടികളിൽ, യങ് ചിൽഡ്രൻസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ടീച്ചർ ടു സീ that all the students in the class are healthy and free from the disease. നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഹെൽത്തി ആണ്, അവർക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇഫ് ഷി ഫൈൻഡ് എനി സ്റ്റുഡന്റ് ഡിസ്ട്രസ് ഫ്രം എനി ഡിസീസ്, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്യാം? ഐസൊലേറ്റ് ചെയ്യാം. ഫ്രം other precautionary measures to prevent in spreading of these diseases. ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിക്യൂഷണറി ആയിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളും എടുക്കാം. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി ഭയങ്കരമായിട്ട് ചുമക്കുക, ഭയങ്കരമായിട്ട് നിർത്താതെ ചുമച്ചുകൊണ്ടേയിരിക്കും, ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് വൂഫിംഗ് കഫ് ആണോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യാം, മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റാം. കാരണം ഒരു ക്ലാസ് റൂം ആവുമ്പോൾ ആ ക്ലാസ്സിലേക്ക് ഇപ്പൊ ഒരു കുട്ടി ചുമക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ ആ കുട്ടീനെ മാറ്റാം. നമ്മള് മറ്റു കുട്ടികളെ ഒന്ന് ആ ക്ലാസ്സിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചു നേരം ക്ലാസ്സിലെ ജനലും വാതിലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ ജേംസ് ആ എയറിൽ നിന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ കുട്ടിക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ നിന്ന് വിടുമ്പോൾ തന്നെ പാരന്റ്സ് മാസ്ക് കൊടുത്തു വിടാനായിട്ട് ശ്രമിക്കാം. അപ്പോ നമ്മൾ പാരന്റ്സും ശ്രദ്ധിക്കണം, ടീച്ചേഴ്സും ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ കുട്ടിയുടെ അസുഖം പൂർണ്ണമായി മാറിയിട്ട് മാത്രമേ നമ്മൾ അവരെന്ത് പാടുള്ളൂ, സ്കൂളിലേക്ക് വിടാനായിട്ട് പാടുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ കുട്ടീനെ നമ്മൾ സ്റ്റാഫ് റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ് റൂമിലേക്കോ മാറ്റി കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുട്ടി ഭയങ്കര നിർത്താതെ ചുമക്കുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. ഒന്നില്ലെങ്കിൽ പാരന്റ്സിന് ഇത് വന്ന് കുട്ടീനെ കൊണ്ടുപോകാൻ പറയും. അവർ അവിടെ ബിസി ആണ് അല്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ടീച്ചേഴ്സ് തന്നെ മുൻകൈ എടുത്ത് കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഏത് ടൈപ്പ് ഓഫ് അസുഖം ആണ്, എങ്ങനെയാണ് നമുക്കത് ഫേസ് ചെയ്യേണ്ടി വരാ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂല. അപ്പോ എന്താണോ നമ്മൾ നമ്മൾക്ക് കുട്ടികൾ കാണുന്ന കോമൺ സിംറ്റംസ്, അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റണം. ഇനി കുട്ടികളിൽ അസുഖങ്ങൾ മാത്രമാണ് എപ്പോഴും വരുന്നത്? ആക്സിഡന്റ് സംഭവിക്കും അല്ലെ? ഇല്ലേ? വീഴും, കാല് പൊട്ടുന്നു, കൈ പൊട്ടുന്നു, ചെറിയ ചെറിയ ചെറുത് ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മുറിവ് പറ്റുന്നു, ചിലപ്പോ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോഴാണ് ഫെയിന്റ് ചെയ്യും, ചില കുട്ടികൾ തല കറങ്ങി വീഴും. അതേപോലെ തന്നെ ബ്ലീഡ് ചെയ്യുന്നത്, നിസ്സാരം കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ബ്ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ടീച്ചർ കേപ്പബിൾ ആയിരിക്കണം? പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഓരോ കേസിനും എന്ത് ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ആർക്ക് വേണം? നമ്മുടെ ടീച്ചേഴ്സിന് വേണം. ഓക്കെ, സോ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ് ആണ്. നമ്മളിതിൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡും അതിനെടുക്കേണ്ട ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ്, ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഹാവ് ആക്സിഡന്റ് ഇൻ സ്കൂൾ. സ്കൂളുകളിലാവുമ്പോൾ നാച്ചുറൽ ആണ് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാന്നുള്ളത്, നാച്ചുറൽ ആണ്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഇൻജേർഡ് പേഴ്സണ് അല്ലെങ്കിൽ ആ ഒരു
എന്താ പറയാ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? ട്രീറ്റ്മെന്റ് ആണോ? അല്ല അത് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. പേഷ്യന്റിന് ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു റിലീഫ് ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ ആക്സിഡന്റ് ഒക്കെ പറ്റുന്ന സമയത്ത് സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് 2 hours അല്ലെങ്കിൽ ഫസ്റ്റ് അവേഴ്സിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ഗോൾഡൻ അവേഴ്സ്. എന്താ പറയുന്നത്? ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഒരു പേഷ്യന്റിന് ആക്സിഡന്റ് പറ്റി ആ ഗോൾഡൻ അവേഴ്സിനുള്ളിൽ ആ പേഷ്യന്റിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റും. പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ പറ്റിയില്ലാത്ത പക്ഷം ആ ഒരു വ്യക്തിക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഓരോരുത്തരും പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം. ഫസ്റ്റ് എയ്ഡ് എവിടെയാണ് കൊടുക്കുന്നത്? എവിടെ വെച്ചാണ് കൊടുക്കുന്നത്? ആ സംഭവം സ്ഥലത്ത് സ്പോട്ടിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് വെച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതിലൊരാളൊന്ന് വായിക്കുക പാരഗ്രാഫ്. ഞാൻ വായിക്കാം. ഇച്ചിരി വായിച്ചോ? ഓക്കെ, രണ്ടുപേരും എഴുതിയായിരുന്നു. ആണോ? ആരാ പറഞ്ഞോ? വായിച്ചോ? അല്ലെങ്കിൽ വേണ്ട, ഗ്രീൻ ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, വായിച്ചോടാ. രഞ്ജിന അനിൽകുമാർ കേട്ടോ. I'm from Ernakulam. My name is Palakkad. First aid. It is natural to have accidents in schools. It is required that before actual medical aid can be pursued, something has to be done to the injured. This kind of treatment is called first aid. First aid is not a proper treatment. It is relief given to the patient before proper treatment by a doctor is made available. First aid is defined as a treatment that is given on the spot before the actual medical aid is reached. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ വെച്ച് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ സെമിനാറിന്റെ കാര്യം മറക്കരുത്, ആക്ടിവിറ്റിയുടെ കാര്യം മറക്കരുത്. അപ്പൊ താങ്ക് യു. ആരാണ് സൈൻ ഔട്ട് പറയുന്നേ? സൈൻ ഔട്ട് പറയുന്നതിനായി ബിൻഷയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്ന അപർണ മിസ്സിനും അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ്. താങ്ക് യു ഓൾ. നമ്മളപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you.